ഹലോ, വെൽക്കം ബാക്ക് ടു സ്മൂത്ത് വൈബ്സ്. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന പൂവാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് സ്പോട്ട് വിസിറ്റ് ചെയ്തപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണേ. ഒന്ന് കണ്ടു നോക്കിയാലോ. Wish that I could cough out my emotions in a healthy manner and just become the right person that actually matters. And every day I drive my car to my little job. തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ പല സ്ഥലങ്ങൾ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് പേഴ്സണലി വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ടാണിത്. വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യും. ഈ പൂവാറെന്ന പേര് വരാൻ കാരണം അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. പണ്ട് ഈ പൂവാർ എന്നുള്ള നാട് അറിയപ്പെട്ടിരുന്നത് പൊക്കുമൂസപുരം എന്ന പേരിലാണത്രേ. ചോള രാജവംശകാലത്ത് അന്നത്തെ ഏറ്റവും വലിയൊരു പോർട്ടായിരുന്നു അത്രേ ഈ പൂവാർ. കുറേയധികം വ്യാപാരം വ്യവസായങ്ങളൊക്കെ നടക്കുന്ന ഒരു മേജർ പോർട്ടായിരുന്നു. ഇവിടെ മെയിനായിട്ട് കടത്തിയിരുന്ന ചരക്കുകൾ എന്തെന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ, ആനക്കൊമ്പ്, ചന്ദനമരം, അതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള വ്യാപാരങ്ങളും വ്യവസായങ്ങളൊക്കെയാണ് നടന്നിരുന്നത് അത്ര. അപ്പോൾ ഇവിടെ ഒരു കല്ലറയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു പാലസ് ഉണ്ടായിരുന്നു ഇതിനടുത്തായിട്ട്. അവിടുത്തെ ഒരു വലിയൊരു വ്യാപാരിയായിരുന്നു കല്ലറയ്ക്കൽ തറവാട്ടിലെ പൊക്കുമൂസ. അദ്ദേഹത്തിൻ്റെ സ്വദേശം മലബാറായിരുന്നു അത്രേ. അങ്ങനെയാണ് ഈ നാട് പൊക്കുമൂസപുരം എന്നറിയപ്പെട്ടിരുന്നത്. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ തമ്പുരാൻ, അദ്ദേഹം അവിടെ ആഭ്യന്തര കലാപം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന ഈ പൊക്കുമൂസ എന്ന് പറയുന്ന മർച്ചൻറ്റിൻ്റെ പൊക്കുമൂസപുരത്ത് സ്ഥിതി ചെയ്യുന്ന കല്ലറയ്ക്കൽ പാലസിൽ അദ്ദേഹം എത്തിച്ചേരുകയും അവിടെ ഒളിവിൽ താമസിക്കുകയും ചെയ്തിരുന്നത്രേ. ആ ഒരു സമയത്ത് അദ്ദേഹം കുറേയധികം സമയം ഇവിടെ ചിലവഴിച്ചിരുന്നത്രേ. പൂവാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവാറിൽ അറബിക്കടലും അതുപോലെ കായലും അതുപോലെ നെയ്യാറാണ് പുഴ അവിടുത്തെ. ഇത് മൂന്നും ഒന്നിച്ച് ചേരുന്ന സ്ഥലം കൂടിയാണ് ഈ പൂവാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത്, ഈ ഒളിച്ച് താമസിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഈ നെയ്യാറിൻ്റെ കരയിൽ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ, കരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്നൊരു വസന്തകാലമായിരുന്നു അത്രേ. അപ്പോൾ ആ സമയത്ത് ഈ നെയ്യാറിൻ്റെ ഇരുവശങ്ങളിലുമുള്ള മരങ്ങളിൽ നിന്നൊക്കെ നിറയെ പൂക്കൾ ഈ നെയ്യാറിലേക്ക് പൊഴിഞ്ഞു കിടക്കണ കണ്ടു. അപ്പോൾ വളരെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതാണ് പൂവാറ്, അതായത് പൂക്കൾ പ്ലസ് പുഴയിലേക്ക് നെയ്യാറിലേക്ക് കുറേ ഇങ്ങനെ പൂക്കൾ വീണ് കിടക്കുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞൊരു പേരാണ് ഈ പൂവാറ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ പൊക്കുമൂസപുരം എന്നുള്ള സ്ഥലം പൂവാറായി മാറിയത് അത്ര. അങ്ങനെ ഒരു ഹിസ്റ്ററി, അങ്ങനെയാണ് ഈ പേര് വന്നതെന്ന്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഒരു 20 മിനിറ്റ് ബോട്ടിങ്ങിന് ശേഷം പൂവാർ ഐലൻഡിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്ന സമയം സൺസെറ്റിൻ്റെ സമയമായിരുന്നു. വളരെ മനോഹരമായിരുന്നു ആ സമയത്ത് കാണാൻ. ആകാശമൊക്കെ ഭയങ്കര ഒരു റെഡ്
റെഡ് കളറായിട്ട്. പിന്നെ കുറേ പേരവിടെ പട്ടങ്ങൾ പറത്തി കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഐലൻഡിലേക്ക് എത്തിയപ്പോൾ വേറെ ഏതോ ഒരു ഈ കടലൊക്കെ കടന്ന് വേറെ എവിടെയോ എത്തിച്ചേർന്ന പോലെ ഒരു ഫീല് തോന്നി. ശരിക്കും പറഞ്ഞാൽ അക്കരെ 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 എന്ന ഫിലിമിലെ അവർ കടൽ കടന്ന് അവിടെ എത്തിച്ചേരില്ലേ, അപ്പോൾ സ്വർഗത്തിലോ അതോ സ്വപ്നത്തിലോ അതേപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കും. അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനൊരു സ്പോട്ട് വേറെ ഒരു വൈബ്. കാരണം ഇങ്ങനെ നിറയെ മണലാരണ്യം, അതിൽ കുറേ ഒട്ടകങ്ങൾ, കുതിരകൾ, അതിലൊക്കെ കുറേ പേര് സവാരി നടത്തുന്നുണ്ട്. പിന്നെ കുറേ കുട്ടികൾ അവിടെ പട്ടങ്ങളൊക്കെ പറത്തി കളിക്കുന്നുണ്ട്. പിന്നെ സൂര്യൻ കടലിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ താഴ്ന്നു പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആകാശവും മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയണത്, എനിക്ക് തിരുവനന്തപുരത്ത് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇനിയും അവിടെ പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക. പിന്നെ കുറേ പേരിങ്ങനെ പട്ടം പറത്തി കളിക്കുന്നുണ്ട്. അതിലൊരു പട്ടം മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് പറക്കുന്നുണ്ട്. അങ്ങനെ കുറേ അധികം നല്ല കാഴ്ചകളൊക്കെ നമുക്ക് ഭയങ്കര മനം കുളിരുന്ന കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.